വാട്സപ്പിലൊക്കെ ഒരു വീഡിയോ ശകലം ഓടുന്നത് കണ്ടു. നമ്മുടെ ട്രീ കട്ടറിലെ പോക്സോ അരുൺ പറയുന്ന ഒരു വീഡിയോ ശകലം. ഉമ്മൻചാണ്ടിയാണ് അധിക്ഷേപിക്കുന്നത് നേരിട്ട്, അല്ലെങ്കിൽ പോലും ഒരു പുണ്യാളനായിട്ട് ഉയർത്തെണീക്കില്ല, മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ ആള് വരില്ല എന്നൊക്കെ, സമുദായ പത്രങ്ങൾ പുണ്യാളനായിട്ട് വാഴ്ത്തില്ല എന്നൊക്കെ. ഇവിടെ ഉമ്മൻചാണ്ടി ഒരു അതുല്യ ജനകീയ നേതാവായി മാറിയിട്ടുണ്ടെങ്കിൽ അത് അയാൾ പ്രവർത്തിച്ചുണ്ടാക്കി, അയാളുടെ മേന്മ, അയാളെ ജനം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അയാളുടെ കല്ലറയിലേക്ക് ജനം വന്ന് മെഴുകുതിരി കത്തിക്കുന്നുണ്ടെങ്കിൽ അത് അയാൾ ചെയ്ത പുണ്യപ്രവർത്തികളുടെ ഫലമാണ്. അയാൾ പറഞ്ഞോ ഞാൻ പുണ്യാളനാണെന്ന്, അല്ലെങ്കിൽ അയാളുടെ പാർട്ടിക്കാർ വന്നിട്ട് ഇയാൾ പുണ്യാളനാക്കണമെന്ന് പറഞ്ഞു? ഇല്ല. ജനത്തിന്റെ മനസ്സിൽ അയാൾ ഒരു പുണ്യാളനെ പോലെ പ്രതിഷ്ഠിക്കുന്നുണ്ടെങ്കിൽ അയാൾ ചെയ്തു കൊടുത്ത സഹായങ്ങളുടെ പേരിൽ ആ സഹായം കിട്ടിയ ജനവിഭാഗമാണ് ആ മനുഷ്യനെ ആ ഒരു ഔന്നത്യത്തിലേക്ക് ഉയർത്തിയത്. അതിന് നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത്? CPM ഫണ്ട് ചെയ്യുന്നെന്ന് പറഞ്ഞ് സ്വന്തം തന്തയെ മാറ്റി പറയാൻ നീ തയ്യാറാകുമോ? ആ രീതിയിലാണല്ലോ നീ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മര്യാദ വേണ്ടേ? നിങ്ങളൊരു മാധ്യമ സ്ഥാപനമല്ലേ? കോൺഗ്രസ് നിങ്ങളെ ബഹിഷ്കരിച്ചു എന്നതുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു ജനനേതാവിനെ എന്ത് തരത്തിലും അധിക്ഷേപിക്കാം എന്നാണോ കരുതുന്നത്? അയാളുടെ പുണ്യാളിനെ പോലെ ജനം കരുതി നിങ്ങളുടെ നേതാക്കളെ കൊണ്ടോ നിങ്ങളുടെ മുഖ്യമന്ത്രിയെ കൊണ്ടോ ജനങ്ങൾക്ക് സഹായം ചെയ്യാൻ കഴിയാതെ വരുമ്പോഴത്തേക്ക് ഇപ്പൊ കല്ലറയിൽ പോയിട്ട് നിൽക്കുന്ന സാധാരണ ജനം ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം, നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കില്ലെന്ന്. അത് സ്വാഭാവികമല്ലേ? അത് ഇവിടുത്തെ ഭരണകൂടം പരാജയപ്പെടുമ്പോഴല്ലേ ആ കല്ലറയിലൊക്കെ പോയി, മനുഷ്യന്റെ കല്ലറയാണെങ്കിൽ പോലും അവിടെ പോയി പ്രാർത്ഥിക്കേണ്ടി വരുന്നത്? ഇവിടുത്തെ ഭരണകൂടം പരാജയപ്പെടുമ്പോഴാണ്. അതിന് നിങ്ങൾ അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമുണ്ട്? ഇവിടുത്തെ ഭരണകൂടത്തിന്റെ പരാജയമല്ലേ? അതുപോലെ നിന്റെയൊക്കെ നേതാക്കളുടെ ശവകുടീരങ്ങളിലേക്ക് പട്ടി വെറ്റി കിടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുത്തനും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ അത് ആരുടെ കുഴപ്പമാണ്? കോൺഗ്രസിന്റെ ഒരു അടുത്ത കാലത്ത് മരണപ്പെട്ട നേതാവിന്റെ കല്ലറ കാണാനായിട്ട് ജനം ഒഴുകിയെത്തുന്നു. അത് അയാളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. 2 കൊല്ലമായിട്ടും അത് തീരുന്നില്ല, അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങളുടെ നേതാക്കളോട് ആ പ്രിയമില്ലെങ്കിൽ അത് നിങ്ങളുടെ നേതാക്കളുടെ കുഴപ്പം, നിങ്ങളുടെ പാർട്ടിയുടെ കുഴപ്പം. അതിന് കോൺഗ്രസിന്റെയോ കോൺഗ്രസിന്റെ ജനപ്രിയ നേതാക്കളുടെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമുണ്ടോ? പുണ്യാളനെ ഒന്നും ആക്കാൻ പറ്റില്ല അരുണേ. പുണ്യാളനാക്കപ്പെടുന്നതാണ്, അത് ജനമാക്കുന്നതാണ്. ജനത്തിന് സഹായം ചെയ്തതിന്റെ പേരിലാണ് ജനം അയാളുടെ കല്ലറയിലേക്ക് പോലും ഒഴുകിയെത്തുന്നത്. അയാളുടെ വിലാപയാത്രയിലേക്ക് തടിച്ചുകൂടിയ ജനം മുഴുവൻ അയാൾ സഹായിച്ചവരാണ്. നെഞ്ചു തകർന്നു വന്ന കണ്ണീരാണ്, അല്ലാതെ പണം കൊടുത്തുണ്ടാക്കിയ PR വർക്കുകാരുടെ കണ്ണീരല്ല. അതൊക്കെ കാണുമ്പോൾ നിങ്ങൾ എത്രമാത്രം അസ്വസ്ഥപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നത് ഇപ്പോഴാണ്. അന്ന് നിങ്ങളൊക്കെ വിവരണം കൊടുത്തുവെങ്കിലും ഈ ഉമ്മൻചാണ്ടിയുടെ ജനപിന്തുണ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കല്ലറയിലേക്ക് ഒഴുകി വരുന്ന ജനം നിങ്ങളെ എത്രമാത്രം അസ്വസ്ഥപ്പെടുത്തുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. നീ ഇതിനു മുമ്പ് ആ കല്ലറയിലേക്ക് വന്ന ജനങ്ങളുടെ മുന്നിൽ കോൺഗ്രസ് പാർട്ടി പറഞ്ഞിട്ടാണോ വരുന്നത്, നിങ്ങളുടെ മതം ഏതാണെന്ന് ചോദിച്ചൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അമ്മാതിരി വർഗീയത കുത്തിവെക്കുന്ന വിഷമാണ് നിങ്ങൾ ഈ വിഷം ഒരു മാധ്യമ സ്ഥാപനത്തിലിരുന്ന് വീണ്ടും കുത്താൻ നോക്കുന്നു. നിങ്ങളുടെ മനസ്സ് എത്രമാത്രം നികൃഷ്ടമാണ് എന്ന് സർവ്വലോക മലയാളികൾക്കും വ്യക്തമാക്കി കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റാണ് ഇന്ന് സഖാവ് VSന്റെ വിലാപയാത്രയിൽ ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിക്കുന്ന പരാമർശത്തിൽ കൂടി നിങ്ങൾ നടത്തിയത്. നാണമുണ്ടോടാ നിനക്കൊക്കെ?